Dear students, welcome to Easy Math Online Learning Academy. I am Babu. We have already started standard probability distributions and covered the topics binomial distribution, uniform distribution, discrete case, and geometric probability distributions. Now we pass on to an important probability distribution, that is an important discrete probability distribution known as Poisson probability distribution. Poisson probability distribution. Poisson probability distribution was discovered by the French mathematician Simeon Denis Poisson. Simeon Denis Poisson. 1837 ഒരു പേപ്പർ പബ്ലിക്കേഷൻ ആയിട്ടാണ് സിമിയോൺ ഡെനിസ് പോയ്സോൺ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ അവതരിപ്പിക്കുന്നത്. റെയർ ഇവന്റ്സിന്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ് പോയ്സോൺ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്നത്. പോയ്സോൺ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഈസ് എ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റെയർ ഇവന്റ്സ്. Poisson probability distribution is a distribution of rare events. It is a റെയർ ഇവന്റ്സ് എന്ന് പറഞ്ഞാൽ വല്ലപ്പോഴും മാത്രം സംഭവിക്കുന്ന ഇവന്റ്സിനെയാണ് നമ്മൾ റെയർ ഇവന്റ്സ് എന്ന് പറയുന്നത്. റെയർ ഇവന്റ്സ് ഉദാഹരണത്തിന് ഒരു ദിവസം ഈ ലോകത്ത് നടക്കുന്ന പ്ലെയിൻ ക്രാഷ് അതൊരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. അതൊരു റെയർ ഇവന്റ് ആണ്. അതേപോലെ ഒരു റീജിയനിൽ അല്ലെങ്കിൽ നമ്മുടെ കേരള സംസ്ഥാനത്ത് പാമ്പ് കടിയേറ്റ് മരിക്കുന്നവരുടെ എണ്ണം, ഒരു ദിവസം പാമ്പ് കടിയേറ്റ് മരിക്കുന്നവരുടെ എണ്ണം, അത് റെയർ ഇവന്റ്സ് ആണ്. നമ്മുടെ രാജ്യത്ത് ഒരു ദിവസം നടക്കുന്ന ട്രെയിൻ ആക്സിഡന്റ് അതൊരു റെയർ ഇവന്റ് ആണ്. അതുപോലെ തന്നെ എപ്പിഡമിക് അല്ലാത്ത ഡിസീസ് കൊണ്ടുള്ള മരണം, ഉദാഹരണത്തിന് ഹാർട്ട് അറ്റാക്ക്, ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾ വന്നിട്ടുള്ള മരണം, ഇതെല്ലാം റെയർ ഇവന്റ്സിന് എക്സാമ്പിളാണ്. എർത്ത് കേക്ക് ഉണ്ടാവുക, ഇതെല്ലാം റെയർ ഇവന്റ്സിന് എക്സാമ്പിളാണ്. അങ്ങനെ റെയർ ഇവന്റ്സിന്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ് പോയ്സോൺ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. പോയ്സോൺ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയാം. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റെയർ ഇവന്റ്സ്. പോയ്സോൺ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ ലിമിറ്റിംഗ് ഫോമായിട്ട് നമുക്ക് അവതരിപ്പിക്കാം. പോയ്സോൺ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ ലിമിറ്റിംഗ് ഫോമായിട്ട് നമുക്ക് അവതരിപ്പിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഡിറൈവ് ചെയ്യാം. അതായത് ബൈനോമിയൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷന്റെ ഡെൻസിറ്റി ഫംഗ്ഷനിൽ നിന്ന് നമുക്ക് പോയ്സോൺ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷന്റെ ഡെൻസിറ്റി ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാം. മനസ്സിലാകുന്നുണ്ടല്ലോ? അപ്പോൾ നമുക്കിവിടെ ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ഉണ്ട്. അതായത് how does Poisson probability distribution arise in practice? How does arise in practice? How does Poisson probability distribution arise in practice എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അവിടെയാണ് നമ്മൾ ഈ റെയർ ഇവന്റ്സ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആയിട്ട് നമ്മൾ ഇതിനെ എടുക്കുമ്പോൾ ഉണ്ടാകുന്ന എക്സാമ്പിൾസ് എഴുതാണ്. അപ്പോൾ പോയ്സോൺ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ അറൈസ് ഇൻ പ്രാക്ടീസ് ആസ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റെയർ ഇവന്റ്സ്. ഇറ്റ് ഈസ് അറൈസ് ഇൻ പ്രാക്ടീസ് ആസ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റെയർ ഇവന്റ്സ്. ഫോർ എക്സാമ്പിൾ, നമുക്ക് എക്സാമ്പിൾ ആയിട്ട് ഏതാ കാണിക്കാം? നമ്പർ ഓഫ് എയർ ആക്സിഡൻറ്റ്സ് ഇൻ ദ വേൾഡ് ഇൻ സം യൂണിറ്റ് ഓഫ് ടൈം, ഓർ നമ്പർ ഓഫ് എയർ ആക്സിഡൻറ്റ്സ് ഇൻ എ കൺട്രി ഇൻ സം യൂണിറ്റ് ഓഫ് ടൈം, and the number of printing mistakes at each page of a book published by a good company or good publisher, the number of suicide reported in a city in a particular day and in a particular city, and number of defective materials in a packing manufactured by a good manufacturer. That is important. Good manufacturer and the case വരുന്ന ഡിഫക്റ്റീവ് ഐറ്റംസ് നമുക്ക് റെയർ ഇവന്റ് ആയിട്ട് കണക്കാക്കാം. ആൻഡ് നമ്പർ ഓഫ് ഫാൾട്ടി ബ്ലേഡ് ഇൻ എ പാക്കറ്റ് ഓഫ് 100 മാനുഫാക്ചർഡ് ബൈ എ ഗുഡ് മാനുഫാക്ചറർ. ഇതെല്ലാം നമുക്ക് റെയർ ഇവന്റ്സിന്റെ കൂട്ടത്തിലായിട്ട് പെടുത്താൻ പറ്റും. അടുത്ത നമ്മൾ ഇതിന്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷനിലേക്ക് പോകാം. അതായത് അതിന്റെ ഡിഫൈൻ പോയ്സൺ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എഴുതേണ്ടത് ഡെഫിനിഷൻ എന്ന് പറയുന്നത്
a discrete random variable x is said to follow a Poisson probability distribution if its probability density function PDF is given by fx equal to lambda raised to x into e raised to minus lambda by x factorial and x equals 0, 1, 2, etc. to infinity. അതാണ് ഒരു പോയിസോൺ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ്റെ ഡെൻസിറ്റി ഫംഗ്ഷൻ. അത് ഡെൻസിറ്റി ഫംഗ്ഷൻ ആയിട്ട് നമ്മൾ എഫ് എക്സ് ഈക്വൽ ടു ലാംഡ റേസ് ടു എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് ലാംഡ ബൈ എക്സ് ഫാക്ടോറിയൽ നിന്നും അല്ലാത്തതല്ല അതിൻ്റെ പ്രോബബിലിറ്റി എന്തായിരിക്കും ഈക്വൽ 0 അതർവൈസ്. അതാണ് പോയിസോൺ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഡിഫൈൻ ചെയ്താൽ എഴുതേണ്ടത്. അപ്പോൾ പോയിസോൺ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഇസ് എ ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ and a random variable x is said to follow Poisson probability distribution if its probability density function or probability mass function is given by f of x equal to, that is probability of x equal to x equal to f of x equal to lambda raised to x into e raised to minus lambda by x factorial, x equals 0, 1, 2, 3 etc. to infinity, and the probability f x equals 0 in all other cases. മനസ്സിലാവുന്നുണ്ടല്ലോ? അതാണ് പോയിസോൺ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. പോയിസോൺ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ക്യാൻ ബി കൺസിഡർ ആസ് എ ലിമിറ്റിംഗ് ഫോം ഓഫ് ദി ബൈനോമിയൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. ബൈനോമിയൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ അതൊരു വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. പോയിസോൺ പ്രോബബിലിറ്റി ഷോ ദാറ്റ് പോയിസോൺ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഈസ് എ ലിമിറ്റിംഗ് ഫോം ഓഫ് ദി ബൈനോമിയൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ നമുക്കതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ എഴുതാം. Is a limiting form of binomial probability distribution. Poisson probability distribution is a limiting form of the binomial probability distribution. അപ്പോൾ ബൈനോമിയൽ പ്രോബബിലിറ്റിയുടെ ലിമിറ്റിംഗ് ഫോം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ബൈനോമിയൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ്റെ ലിമിറ്റിംഗ് ഫോം എന്ന് പറഞ്ഞാൽ, ബൈനോമിയൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ നമ്പർ ഓഫ് ട്രയൽസ് എന്ന് പറയുന്നത് n ആയിരിക്കും. In a binomial distribution, number of trials equal to n, p equals small p equal to probability of success, q is equal to 1 minus p equal to probability of failure in a trial. Then the PDF of binomial distribution is given by fx equal to ncx p raised to x q raised to n minus x. X varies from 0, 1, 2, etc. n. P is the probability of success in a trial, and q is equal to 1 minus p is the probability of failure in a trial. Then the probability of x success out of n trials is given by fx equal to ncx into p raised to x into q raised to n minus x, and x varies from 0, 1, 2, etc. n. അതാണ് ബൈനോമിയൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ്റെ ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ബൈനോമിയൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ പോയിസൺ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനിലോട്ട് വരുമ്പോൾ അവിടെ കണ്ടീഷൻ എന്ന് പറയുന്നത്, ഇഫ് n becomes very large, and the probability of success p becomes very small, such that np is equal to a finite
number. NP equals a finite quantity or finite number. And then the binomial distribution tends to Poisson distribution. Binomial distribution tends to Poisson distribution. Binomial distribution tends to Poisson distribution. അല്ലെങ്കിൽ ബൈനോമിയൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ പോയിസൺ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആകാനുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് n becomes very large, that is n tends to infinity, and p becomes very very small. P becomes very very small means p tends to 0, such that nb is equal to a finite quantity. But n tends to infinity, that is n tends to infinity and p tends to 0, such that np equal to lambda exists as a finite quantity. np equal to lambda exists as a finite quantity. അതാണ് അതിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിക്കാം? ഈ ക്വസ്റ്റ്യൻ ഒരു രീതിയിൽ ഷോ ദാറ്റ് പോയിസോൺ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ലിമിറ്റിംഗ് ഫോം ഓഫ് ദി ബൈനോമിയൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ചോദിക്കാം. അല്ലെങ്കിൽ if n becomes very large and p tends to 0, such that nb is equal to a finite quantity lambda, then show that the binomial distribution tends to a Poisson distribution. അങ്ങനെയും ചോദിക്കാം. മനസ്സിലാകുന്നുണ്ടല്ലോ? അതാണ് ആ ക്വസ്റ്റ്യൻ വരുന്ന രീതി എന്ന് പറയുന്നത്. അപ്പം നമുക്ക് എൻ്റെ പ്രൂഫിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. രണ്ട് രീതിയിൽ ക്വസ്റ്റ്യൻ വരാം. ഒരു രീതി എന്ന് പറയുന്നത് പോയിസോൺ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഈസ് എ ലിമിറ്റിംഗ് ഫോം ഓഫ് ബൈനോമിയൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ, ഷോ ദാറ്റ് എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ഇതാണ്, ഷോ ദാറ്റ് ഇഫ് n becomes very large and p becomes very small, such that np is equal to lambda, a finite quantity, the binomial probability distribution tends to the Poisson probability distribution. അതാണ് അതിൻ്റെ മറ്റൊരു ആംഗിളിൽ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. നമുക്കതിൻ്റെ പ്രൂഫിലേക്ക് കിടക്കാം. അപ്പോൾ പ്രൂഫിലേക്ക് വരുമ്പോൾ we know that we have fx equal to ncx p raised to x q raised to n minus x, where p is equal to the probability of success, where q is equal to 1 minus p and x equals 0, 1, 2, etc. n. ഇതിൽ നമ്മൾ എൻ സി എക്സ് എന്ന് പറയുന്നത് നമുക്കറിയാം. എൻ സി എക്സ് എന്ന് പറയുന്നത് എൻ സി എക്സ് ഈസ് ഈക്വൽ ടു, എൻ സി എക്സിന് പല നൊട്ടേഷൻ ഉണ്ട്. അതിൽ എഴുതാനുള്ള സൗകര്യത്തിനാണ് ഈ രൂപത്തിൽ എഴുതുന്നത്. എൻ സി എക്സ് ഇങ്ങനെ എഴുതാം. എൻ സി ഈസ് ഈക്വൽ ടു എൻ ഇൻറ്റു എൻ മൈനസ് 1 ഇൻറ്റു എക്സെട്ര എൻ മൈനസ് എക്സ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു 2 ഇൻറ്റു എക്സെട്ര ഇൻറ്റു എക്സ്, അല്ലെങ്കിൽ ഇതിനെ എക്സ് ഫാക്ടോറിയൽ എന്ന് പറയും. അപ്പോൾ എക്സ് എൻ സി എക്സിന്റെ വാല്യൂ നമ്മൾ ഇങ്ങോട്ട് എഴുതി കഴിഞ്ഞാൽ, സോ വി ഹാവ് എഫ് എക്സ് ഈക്വൽ ടു എൻ ഇൻറ്റു എൻ മൈനസ് 1 ഇൻറ്റു എക്സെട്ര എൻ മൈനസ് എക്സ് പ്ലസ് 1 ഇൻറ്റു പി റൈസ് ടു എക്സ് ഇൻറ്റു 1 മൈനസ് പി റൈസ് ടു എൻ മൈനസ് എക്സ്. ക്യൂവിന് പകരം നമ്മൾ 1 മൈനസ് പി കൊടുക്കുന്നു. ഡിവൈഡഡ് ബൈ ഓൾ ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടോറിയൽ. മനസ്സിലാവുന്നുണ്ടല്ലോ? അവിടെ നമ്മൾ ഈ ഓരോ ടൈമിൽ നിന്ന് നമുക്ക് n ഔട്ട് സൈഡ് എടുക്കാം. അപ്പോൾ n ഫസ്റ്റ് ടൈമിൽ n ഉണ്ട്. ഈ ടൈമിൽ നിന്ന് നമ്മൾ n ഔട്ട് സൈഡ് എടുക്കുമ്പോൾ 1 മൈനസ് 1 ബൈ n ആവും. അടുത്ത ടൈമിൽ നിന്ന് n ഔട്ട് സൈഡ് എടുക്കുമ്പോൾ 1 മൈനസ് 2 ബൈ n ആവും. ലാസ്റ്റ് ടൈമിൽ നിന്ന് n ഔട്ട് സൈഡ് എടുക്കുമ്പോൾ 1 മൈനസ് ഓഫ് എക്സ് മൈനസ് 1 ബൈ n ആവും. ലാസ്റ്റ് ടൈമിൽ നിന്ന് n ഔട്ട് സൈഡ് എടുക്കുമ്പോൾ 1 മൈനസ് ഓഫ് എക്സ് മൈനസ് 1 ബൈ n. ഇവിടെ നമുക്ക് എക്സ് ടൈംസ് ഉണ്ട്. ആ എക്സ് ടൈംസിൽ നിന്ന് n ഔട്ട് സൈഡ് എടുക്കുമ്പോൾ is equal to n raised to x into 1 minus 1 by n into etc. into last 1 minus of x minus 1 by n into p raised to x into 1 minus p raised to n minus x all divided by x factorial. മനസ്സിലാകുന്നുണ്ടല്ലോ? പിന്നെ നമ്മൾ ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്താൽ f of x equal to
1 minus 1 by n into etc. into 1 minus of x minus 1 by n into n raised to x ഉം p raised to x കൂടെ നമ്മൾ ഒരുമിപ്പിച്ചാൽ ദാറ്റ് മീൻസ് കമ്പൈൻ ചെയ്താൽ n raised to x ഉം p raised to x കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും n p raised to x into 1 minus p raised to n minus x എന്ന് വരും ഡിവൈഡഡ് ബൈ നമ്മുടെ ലാസ്റ്റ് മീൻസ് ഡിനോമിനേറ്റർ എക്സ് ഫാക്ടോറിയൽ. മനസ്സിലാവുന്നുണ്ടല്ലോ. ഇനി നമ്മൾ ലിമിറ്റിലേക്ക് വരുമ്പോൾ ലിമിറ്റ് n ടെൻസ് ഇൻഫിനിറ്റി 1 ബൈ n കോമ ലിമിറ്റ് n ടെൻസ് ഇൻഫിനിറ്റി 2 ബൈ n എക്സെട്ര കോമ ലിമിറ്റ് n ടെൻസ് ഇൻഫിനിറ്റി എക്സ് മൈനസ് 1 ബൈ n ആൾ ആർ ഈക്വൽ ടു എന്തായിരിക്കും 0 ആയിരിക്കും. ഇതെല്ലാം 0 ആയിട്ട് മാറും. ദാറ്റ് ഈസ് ലിമിറ്റ് n ടെൻസ് ഇൻഫിനിറ്റി 1 ബൈ n ഈസ് ഈക്വൽ ടു ലിമിറ്റ് n ടെൻസ് ഇൻഫിനിറ്റി 2 ബൈ n ഈസ് ഈക്വൽ ടു എക്സെട്ര ഈക്വൽ ടു ലിമിറ്റ് n ടെൻസ് ഇൻഫിനിറ്റി എക്സ് മൈനസ് 1 ബൈ n ഈക്വൽ ടു 0. അതെല്ലാം 0 ആവുമ്പോൾ നമുക്ക് ഈ ടേംസ് എല്ലാം എന്തായിട്ട് മാറും. സോ ദിസ് ടൈം ബിക്കംസ് 1 ആൻഡ് അപ് ടു ദിസ് ടൈം ഈ ടേംസ് എല്ലാം 1 ആയിട്ട് മാറും ലിമിറ്റ് എടുക്കുമ്പോൾ. സോ ലിമിറ്റ് n ടെൻസ് ഇൻഫിനിറ്റി എഫ് എക്സ് ഈസ് ഈക്വൽ ടു 1 into 1 into എക്സെട്ര എക്സ് ടൈംസ് വരും. അല്ലെങ്കിൽ ആ എക്സ് ടൈംസിന്റെ പ്രോഡക്റ്റ് 1 ആയിട്ട് മാറും. എൻ പി എന്ന് പറയുന്നത് നമുക്കറിയാം എൻ പി ലാംഡ ആയിട്ടാണ് നമ്മൾ അസംഷൻ. അപ്പോൾ ലാംഡ റേസ് ടു എക്സ് വരും 1 മൈനസ് പി റേസ് ടു എൻ മൈനസ് എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ ആവും. അപ്പോൾ അത് നമുക്കൊന്ന് എഴുതാം. സോ ലിമിറ്റ് n ടെൻസ് ഇൻഫിനിറ്റി എഫ് എക്സ് ഈക്വൽ ടു 1 into 1 into എക്സെട്ര into 1 into np is equal to lambda raised to x into limit n tends infinity 1 minus p raised to n minus x all divided by x factorial. ഇവിടെ നമ്മൾ നോക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് n tends infinity and p tends 0 with lambda is equal to np is finite. അതാണ് നമ്മളവിടെ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം. ലാംഡ ഈക്വൽ ടു എൻ പി എന്ന് പറയുന്നത് ഇവിടെ ഫൈനൈറ്റ് ക്വാണ്ടിറ്റി ആയിരിക്കും. ഹിയർ എൻ പിക്ക് വരെ നമുക്ക് ലാംഡ കൊടുക്കാം. എൻ പി റേസ് ടു എക്സ് എന്ന് പറയുന്ന ലാംഡ റേസ് ടു എക്സ് ആവും. വീണ്ടും നമ്മൾ എൻ ഉള്ള ടൈമിലേക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 1 മൈനസ് പി റേസ് ടു എൻ മൈനസ് എക്സ് ആവും. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഈ 1 മൈനസ് പി റേസ് ടു എൻ മൈനസ് എക്സിനെ രണ്ടായിട്ട് മാറ്റും. 1 മൈനസ് പി റേസ് ടു എന്നും 1 മൈനസ് പി റേസ് ടു മൈനസ് എക്സുമായിട്ട് മാറ്റും. അപ്പോൾ നമുക്കിവിടെ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു ലാംഡ റേസ് ടു എക്സ് ഇൻറ്റു ലിമിറ്റ് n ടെൻസ് ഇൻഫിനിറ്റി 1 മൈനസ് പി ഈസ് ഈക്വൽ ടു ലാംഡ ബൈ n റേസ് ടു n ഇൻറ്റു 1 മൈനസ് ലാംഡ ബൈ n റേസ് ടു മൈനസ് എക്സ്. 1 മൈനസ് ലാംഡ ബൈ n റേസ് ടു മൈനസ് എക്സ് ലിമിറ്റ് n ടെൻസ് ഇൻഫിനിറ്റി. സോ ഹിയർ വി ഹാവ് ഈ രണ്ട് ടൈമിൽ വീണ്ടും നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കറിയാം ഇ റേസ് ടു എക്സിന്റെ ലിമിറ്റ് എന്ന് പറയുന്നത് ഇ റേസ് ടു എക്സ് ഈക്വൽ ടു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 പ്ലസ് എക്സ് ബൈ എൻ റേസ് ടു എൻ. അതാണ് ഇ റേസ് ടു എക്സിന്റെ ലിമിറ്റ് n ടെൻസ് ഇൻഫിനിറ്റി 1 പ്ലസ് എക്സ് ബൈ എൻ റേസ് ടു എൻ ഇ റേസ് ടു എക്സ്. അങ്ങനെയാണെങ്കിൽ ലിമിറ്റ് n ടെൻസ് ഇൻഫിനിറ്റി 1 മൈനസ് ലാംഡ ബൈ എൻ റേസ് ടു എൻ എന്നുള്ളത് ഇ റേസ് ടു. സോ വി ഹാവ് ലിമിറ്റ് n ടെൻസ് ഇൻഫിനിറ്റി 1 മൈനസ് ലാംഡ ബൈ എൻ റേസ് ടു എൻ ഈസ് ഈക്വൽ ടു ലിമിറ്റ് n ടെൻസ് ഇൻഫിനിറ്റി 1 പ്ലസ് മൈനസ് ലാംഡ ബൈ എൻ റേസ് ടു എൻ ആൻഡ് ദിസ് ബിക്കംസ് ഇ റേസ് ടു മൈനസ് ലാംഡ. അത് ഇ റേസ് ടു മൈനസ് ലാംഡ ആവും. അതുപോലെ തന്നെ ലിമിറ്റ് n ടെൻസ് ഇൻഫിനിറ്റി 1 മൈനസ് ലാംഡ ബൈ എൻ റേസ് ടു മൈനസ് എക്സ് എന്ന് പറയുന്നത് 0 ആയിട്ട് മാറും. 1 മൈനസ് ലാംഡ ബൈ എൻ റേസ് ടു മൈനസ് എക്സ് ബിക്കംസ് 0 സിൻസ് n ടെൻസ് ഇൻഫിനിറ്റി ലാംഡ ബൈ എൻ ബിക്കംസ് 0. Therefore limit n tends infinity 1 minus lambda by n raised to minus x equal to 0 and limit n tends infinity 1 minus lambda by n raised to n becomes e raised to minus lambda. അപ്പോൾ നമ്മുടെ ഈ ഇക്വേഷൻ എന്തായിട്ട് മാറും. സോ ഹിയർ വി ഹാവ് ലിമിറ്റ് n tends infinity
fx equal to lambda raised to x into e raised to minus lambda by x factorial. X equals 0, 1, 2, etc. to infinity. അതാണ് എക്സിൻ്റെ വേരിയേഷൻ. n ടൈംസ് ഇൻഫിനിറ്റി ആകുമ്പോൾ എക്സ് അസ്യൂം ചെയ്യുന്ന വാല്യൂസ് എന്ന് പറയുന്നത് 0, 1, 2, etc. to infinity, which is the probability density function of the Poisson probability distribution. So, equal to the probability density PDF of Poisson probability distribution. Poisson probability distribution. അപ്പോൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ലിമിറ്റിംഗ് ഫോമായിട്ട് നമുക്ക് പോയ്സോൺ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനെ എഴുതാൻ പറ്റും. മനസ്സിലാകുന്നുണ്ടല്ലോ? ഇതാണ് നമ്മുടെ പോയ്സോൺ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ്റെ ഡെഫിനിഷനും അതിൻ്റെ ലിമിറ്റിംഗ് ഫോം ഓഫ് ദി ബൈനോമിയൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ 3 ക്വസ്റ്റ്യനാണ് നമ്മൾ പ്രധാനമായിട്ടും കൈകാര്യം ചെയ്തത്. ഒന്ന്, ഹൗ ഡസ് പോയ്സോൺ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ റൈസ് ഇൻ പ്രാക്ടീസ്. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഡെൻസിറ്റി ഫംഗ്ഷൻ ആണ്. Density function of the Poisson probability distribution is f of x equal to lambda raised to x into e raised to minus lambda by x factorial എന്ന് പറയും. ലാംഡ is the parameter of the distribution. അതാണ് ലാംഡയുടെ വാല്യൂ അറിയാമെങ്കിൽ നമുക്ക് ഡിസ്ട്രിബ്യൂഷനിലെ എല്ലാ വാല്യൂസും കണ്ടുപിടിക്കാൻ പറ്റും. സോ ലാംഡ is the parameter of the Poisson probability distribution. Lambda is the parameter of the is known as parameter of the distribution. Lambda is the parameter of the Poisson probability distribution. അപ്പോൾ ഒരു സിംഗിൾ വാല്യൂ അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് പോയ്സോൺ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ്റെ എല്ലാ വാല്യൂസും കണ്ടുപിടിക്കാം. അറിയേണ്ട വാല്യൂ ആണ് ലാംഡ. അതുകൊണ്ടാണ് അതിനെ പാരാമീറ്റർ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ലിമിറ്റിംഗ് കേസായിട്ട് നമ്മൾ പോയ്സോൺ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ കൺസിഡർ ചെയ്തതുപോലെ അല്ലെങ്കിൽ ഡിറൈവ് ചെയ്തതുപോലെ തന്നെ നമുക്ക് മറ്റൊരു രീതിയിലും പോയ്സോൺ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഡിറൈവ് ചെയ്യാം, അല്ലെങ്കിൽ പോയ്സോൺ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനിലേക്ക് എത്താം. അവിടെ നമ്മൾ പരിഗണിക്കുന്നത് സ്റ്റൊക്കാസ്റ്റിക് പ്രോസസ്സസ് എന്ന് പറഞ്ഞൊരു സയൻസ് ബ്രാഞ്ച് ഉണ്ട്. സ്റ്റൊക്കാസ്റ്റിക് പ്രോസസ്സസ്. സ്റ്റൊക്കാസ്റ്റിക് പ്രോസസ്സ്. ആ സ്റ്റൊക്കാസ്റ്റിക് പ്രോസസ്സിലെ ഒരു പ്രോസസ്സാണ് പോയ്സോൺ പ്രോസസ് എന്ന് പറയുന്നത്. POISSON, പോയ്സോൺ പ്രോസസ്. പോയ്സോൺ പ്രോസസ്. പോയ്സോൺ പ്രോസസ്സ് ക്യൂയിങ് തിയറി ആയിട്ട് റിലേറ്റഡ് ആണ്. ക്യൂയിങ് തിയറി എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച് ഉണ്ട്. QUEUEING, ക്യൂയിങ് തിയറി. ക്യൂയിങ് തിയറി. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് അറൈവൽ കൗണ്ടിങ് പ്രോസസ് എന്ന് പറയാം. അറൈവൽ കൗണ്ടിങ് പ്രോസസ്. അറൈവൽ കൗണ്ടിങ് പ്രോസസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് അറൈവൽസ് അപ് ടു ടൈം t. അതിനെ നമ്മൾ n of t എന്ന് ഡിനോട്ട് ചെയ്ത് കഴിഞ്ഞാൽ if number of arrivals up to time t is n of t with n of 0, number of arrivals up to time 0, അത് 0 ആയിട്ട് നമ്മൾ എടുത്താൽ then n of t such a t greater than or equal to 0, n of t such a t greater than or equal to 0 is an arrival counting process. ശാലം ഹയർ സ്റ്റഡി ആയിട്ട് റിലേറ്റഡ് വരുന്നതാണ്, പക്ഷേ ഇത് മനസ്സിലാക്കിയിരിക്കുന്ന നല്ലതാണ്. അപ്പോൾ സ്റ്റൊക്കാസ്റ്റിക് പ്രോസസ്സസ് എന്ന് പറഞ്ഞൊരു ബ്രാഞ്ച് സയൻസിലെ ഒരു ബ്രാഞ്ച് ഉണ്ട്. സ്റ്റൊക്കാസ്റ്റിക് പ്രോസസ്സസ്. സ്റ്റൊക്കാസ്റ്റിക് PROCESSES. ആ സ്റ്റൊക്കാസ്റ്റിക് പ്രോസസ്സിലെ ഒരു പ്രോസസ്സാണ് ഈ പോയ്സോൺ പ്രോസസ് എന്ന് പറയാം. പോയ്സോൺ പ്രോസസ്. അതിൽ പല പ്രോസസ്സ് ഉണ്ട്. അതിൽ ഒരു പ്രോസസ്സാണ് ഇവിടെ പോയ്സോൺ പ്രോസസ് നമ്മൾ എടുത്തിരിക്കുന്നത്. ദാറ്റ് ഈസ് അത് ക്യൂയിങ് തിയറി ആയിട്ട് റിലേറ്റഡ് ആണ്. ക്യൂയിങ് പ്രോസസ് എന്ന് പറയപ്പെടും. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളിവിടെ പരിഗണിക്കുന്ന ഒരു പ്രോസസ്സാണ് അറൈവൽ കൗണ്ടിങ് പ്രോസസ് എന്ന് പറയാം. അറൈവൽ കൗണ്ടിങ് പ്രോസസ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് അറൈവൽസ് അപ് ടു ടൈം t ഇൻ എ സിസ്റ്റം.
എക്സാമ്പിളായിട്ട് ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് വരുന്ന നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ നമ്പർ അപ് ടു എ പർട്ടിക്കുലർ ടൈം. ഉദാഹരണത്തിന് 0 സൂപ്പർ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവിടെ ടൈം 0 ആയിരിക്കും. അരമണിക്കൂർ വർക്ക് ചെയ്ത് കഴിയുമ്പം മാർക്കറ്റ് വർക്ക് ചെയ്ത് സൂപ്പർ മാർക്കറ്റ് വർക്ക് ചെയ്യുന്ന അവിടെ ടൈം എന്ന് പറയുന്നത് 30 മിനിറ്റ്സ് ആയിരിക്കും. അതുപോലെ നെക്സ്റ്റ് അരമണിക്കൂർ കഴിയുമ്പോൾ 1 അവർ ആവും, 1.5 അവർ എക്സെട്ര. അങ്ങനെ വരുന്ന ടൈം ഓരോ ടൈം ഇൻ്റർവെല്ലിലും വരുന്ന നമ്പർ ഓഫ് അറൈവൽസ് അപ് ടു ടൈം ടി, അതാണ് നമ്മുടെ NFT എന്ന് എടുത്തിരിക്കുന്നത്. നമ്പർ ഓഫ് അറൈവൽ മീൻസ് നമ്പർ ഓഫ് കസ്റ്റമേഴ്സ്. സൂപ്പർ മാർക്കറ്റ് പറഞ്ഞതുപോലെ ഒരു ടെലിഫോൺ സ്വിച്ച് ബോർഡിലേക്ക് വരുന്ന നമ്പർ ഓഫ് കാൾസ് നമുക്ക് പരിഗണിക്കാം. ഒരു ഹെവി ട്രാഫിക് ഉള്ള എയറോഡ്രാമിലേക്ക് വരുന്ന നമ്പർ ഓഫ് എയർപ്ലെയിൻസ് നമുക്ക് പരിഗണിക്കാം. ഒരു ക്ലിനിക്കിൽ വരുന്ന നമ്പർ ഓഫ് പേഷ്യൻസിന്, ഒരു ക്ലിനിക്കിലെ ഒരു ഹോസ്പിറ്റലിലേക്ക് എത്തുന്ന നമ്പർ ഓഫ് പേഷ്യൻസിന്, അതിനെയൊക്കെ നമുക്ക് എന്തായിട്ട് കണക്കാക്കാം? നമ്പർ ഓഫ് അറൈവൽസ് ആയിട്ട് കണക്കാക്കാം. നമ്പർ ഓഫ് അറൈവൽസ്. അങ്ങനെ വരുന്ന നമ്പർ ഓഫ് അറൈവൽസ് അപ് ടു ടൈം ടി എന്ന് നമ്മൾ NFT എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ആൻഡ് 0 ടൈമിൽ അറൈവൽസ് 0. അവിടെ നേരത്തെ ആരും ഇല്ലായിരുന്നു എന്നുള്ള കണക്കാക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ കസ്റ്റമേഴ്സ്, അവിടെ സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കസ്റ്റമേഴ്സ് ഇല്ലെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്പർ ഓഫ് അറൈവൽസ് ഇൻ ടൈം 0 എന്ന് പറയുന്നത് 0 ആയിട്ട് എടുക്കുന്നത്. ദെൻ NFT such at t greater than or equal to 0 എന്ന് പറയുന്നത് ഒരു സ്റ്റൊക്കാസ്റ്റിക് പ്രോസസ് ആയിരിക്കും, അല്ലെങ്കിൽ അറൈവൽ കൗണ്ടിങ് പ്രോസസ് തന്നെ അറിയപ്പെടും. അറൈവൽ കൗണ്ടിങ് പ്രോസസ്. ഈ അറൈവൽ കൗണ്ടിങ് പ്രോസസ്സിനകത്ത് നമ്മൾ ചില അസംഷൻസ് വെക്കുന്നു. അതിൽ ഒരു അസംഷൻ എന്ന് പറയുന്നത് പ്രോബിലിറ്റി ഓഫ് ആൻ അറൈവൽ between the time interval t and t plus delta t is equal to lambda into delta t plus O of delta t. അതാണ് നമ്മുടെ ഫസ്റ്റ് അസംഷൻ എന്ന് പറയുന്നത്. Probability of an arrival between the time interval t and t plus delta t is lambda into delta t plus order of delta t. നമ്മളിവിടെ 1-2 കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ലാംഡ ഉപയോഗിച്ചിട്ടുണ്ട്, ഡെൽറ്റ ടി ഉപയോഗിച്ചിട്ടുണ്ട്, OF ഡെൽറ്റ ടി എന്നുള്ള ഒരു ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഈ ലാംഡ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആയിട്ടാണ് എടുക്കുന്നത്. ലാംഡ ഈസ് എ കോൺസ്റ്റന്റ് ദാറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദിസ് n ഓഫ് ടി എന്ന് വെച്ചാൽ ലാംഡയെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടല്ല അവിടെ നമ്പർ ഓഫ് അറൈവൽസ് വരുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ലാംഡ ഈസ് എ കോൺസ്റ്റന്റ് ഇൻഡിപെൻഡന്റ് ഓഫ് ദി നമ്പർ ഓഫ് അറൈവൽസ് അപ് ടു ടൈം ടി. അതേപോലെ ഡെൽറ്റ ടി എന്ന് പറയുന്നത് ടൈം ഇൻക്രിമെന്റ് ആണ്. ഡെൽറ്റ ടി എന്ന് പറയുന്നത് ടൈം ഇൻക്രിമെന്റ്. അതുപോലെ ഓർഡർ ഓഫ് ഡെൽറ്റ ടി എന്ന് പറയുന്നത് ഡെൽറ്റ ടിയുടെ ഹയർ പവേഴ്സ് ആണ്. ഡെൽറ്റ ടിയുടെ ഹയർ പവേഴ്സ് ആണ് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ കോമ്പിനേഷൻസ് ആണ്, ഹയർ പവേഴ്സിന്റെ കോമ്പിനേഷൻ ആണ്. അപ്പോൾ ഓർഡർ ഓഫ് ഡെൽറ്റ ടി അല്ലെങ്കിൽ OF ഡെൽറ്റ ടി എന്ന് പറയുന്നത് നെഗ്ലിജിബിൾ ആയിരിക്കും കമ്പയർഡ് ടു ഡെൽറ്റ ടി. ഇപ്പോൾ ഡെൽറ്റ ടി എന്ന് പറയുന്ന ടൈം ഇൻക്രിമെന്റ് ആണ്. സോ ആ കാര്യങ്ങൾ നമുക്കൊന്ന് ഇവിടെ എഴുതാം. ലാംഡ ഈസ് എ കോൺസ്റ്റന്റ് ഇൻഡിപെൻഡന്റ് ഓഫ് n of t, നമ്പർ ഓഫ് അറൈവൽസ് അപ് ടു ടൈം ടിയിൽ നിന്നും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു കോൺസ്റ്റന്റ് ആയിട്ടാണ് നമ്മൾ ഏതെടുക്കുന്നത്? ലാംഡ എടുക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ കേസ് ഡെൽറ്റ ടി എന്ന് പറയുന്നത് എന്താണെന്നുള്ളതാണ്. ഇൻക്രിമെന്റൽ എലമെന്റ് എന്ന് പറയുന്നത് ഇവിടെ ടൈമിന്റെ ഇൻക്രിമെന്റ് ആണ്, ഇൻക്രിമെന്റൽ എലമെന്റ് ആണ് ഡെൽറ്റ ടി എന്ന് പറയുന്നത്. ആൻഡ് OF ഡെൽറ്റ ടി ഈസ് നെഗ്ലിജിബിൾ ക്വാണ്ടിറ്റി കമ്പയർഡ് ടു ഡെൽറ്റ ടി. അതാണ് അതിന്റെ പ്രത്യേകത. ദാറ്റ് ഈസ് ഡെൽറ്റ ടി ഈസ് വെരി വെരി സ്മാൾ ആയിരിക്കും. അപ്പോൾ OF ഡെൽറ്റ ടി എന്ന് പറയുന്ന ഡെൽറ്റ ടിയുടെ ഹയർ പവേഴ്സ് ആയിരിക്കും, അങ്ങനെ അല്ലെങ്കിൽ കോമ്പിനേഷൻ ഓഫ് ഹയർ പവേഴ്സ് ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ അത് നെഗ്ലിജിബിൾ ആയിരിക്കും, അല്ലെങ്കിൽ വെരി വെരി സ്മാൾ ആയിരിക്കും, അല്ലെങ്കിൽ ഡെൽറ്റ ടി 0 ആകുമ്പോൾ OF ഡെൽറ്റ ടി എന്ന് പറയുന്നത് 0 ആയിരിക്കും, അല്ലെങ്കിൽ OF ഡെൽറ്റ ടി ബൈ ഡെൽറ്റ ടി 0 ആസ് ഡെൽറ്റ ടി 0 എന്നൊക്കെ നമ്മൾ പറയും. അതാണ് ഫസ്റ്റ് അസംഷന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന എക്സ്പ്ലനേഷൻ. അതായത് നമ്പർ ഓഫ് അറൈവൽസ് ബിറ്റ്വീൻ ദ ടൈം ഇന്റർവൽ ടി ആൻഡ് ടി പ്ലസ് ഡെൽറ്റ ടി ഈസ് ലാംഡ ഇൻറ്റു ഡെൽറ്റ ടി, വെയർ ലാംഡ ഈസ് എ കോൺസ്റ്റന്റ് ഇൻഡിപെൻഡന്റ് ഓഫ് ദി നമ്പർ ഓഫ് അറൈവൽസ് അപ് ടു ടൈം ടി n of t, ആൻഡ് ഡെൽറ്റ ടി ഈസ് ദി ഇൻക്രിമെന്റൽ എലമെന്റ് or time increment, and OF delta t is negligible compared to delta t. Negligible compared to delta t. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇതാണ് ഫസ്റ്റ് അസംഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് അസംഷൻ എന്ന് പറയുന്നത്, അസംഷൻ 2 എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ്
more than one arrival in time t and t plus delta t is equal to O of delta t എന്ന് പറഞ്ഞാൽ that is tending to 0 means its probability is നിയർലി ഈക്വൽ ടു 0. അതാണ് അതിൻ്റെ രണ്ടാമത്തെ കണ്ടീഷൻ. മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്, മൂന്നാമത്തെ അസംഷൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് അറൈവൽസ് ഇൻ നോൺ ഓവർലാപ്പിംഗ് ഇന്റർവൽസ് ആർ സ്റ്റാറ്റിസ്റ്റിക്കലി independent. Number of arrivals in non-overlapping intervals are statistically independent. ഇങ്ങനെ മൂന്ന് അസംഷൻസ് നമ്മൾ ഈ കൗണ്ടിങ് പ്രോസസ്സിലേക്ക് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ മൂന്ന് അസംഷൻസിനെ ബേസ് ചെയ്ത് വരുന്ന കൗണ്ടിങ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരു പോയിസോൺ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനുമായിട്ട് റിലേറ്റഡ് ആയിരിക്കും. ദാറ്റ് ഈസ് ഇഫ് Pn of t is equals probability of n arrivals in a time interval of length t, then Pn of t is equal to lambda t raised to n into e raised to minus lambda t by n factorial. Lambda t raised to n into e raised to minus lambda t by n factorial, and n equals 0 arrival, 1 arrival, 2 arrival, etc. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് n arrivals in time interval t എന്ന് പറയുന്നത് follows a Poisson probability distribution with parameter lambda t. അതാണ് അതിൻ്റെ പ്രത്യേകത. follows a Poisson probability distribution with the parameter lambda t. That is Pn of t follows a Poisson probability distribution. അപ്പോൾ നമ്പർ ഓഫ് അറൈവൽസ് ഈ പറയുന്ന മൂന്ന് അസംഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ, ഇതെല്ലാം അസംഷൻസ് ആണ്. നമ്പർ ഓഫ് അറൈവൽസ് മൂന്ന് അസംഷൻ സാറ്റിസ്ഫൈ, അതായത് പ്രോബിലിറ്റി ഓഫ് അൻ അറൈവൽ ബിറ്റ്വീൻ ടൈം ടി ആൻഡ് ടി പ്ലസ് ഡെൽറ്റ ടി ഈസ് ലാംഡ ഇൻറ്റു ഡെൽറ്റ ടി പ്ലസ് ഓർഡർ ഓഫ് ഡെൽറ്റ ടി, and probability of more than one arrival in time t and t plus delta t is order of delta t, and the number of arrivals in non-overlapping intervals are statistically independent. Then the probability of n arrivals up to time interval t, or probability of n arrivals in a time interval of length t, follows a Poisson probability distribution. With the parameter lambda t. ഇവിടെ ലാംഡ എന്ന് പറയുന്ന അറൈവൽ റേറ്റ് ആണ്. ലാംഡ എന്ന് പറയുന്നത് അറൈവൽ റേറ്റ് ആകുമ്പോൾ ലാംഡ ടി എന്ന് പറയുന്നത് ടി ടൈമിലെ അറൈവൽസ് ആയിരിക്കും. ലാംഡ ഈസ് ദി അറൈവൽ റേറ്റ്. അതൊക്കെ ഹയർ സ്റ്റഡിയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. ഇവിടെ ഇങ്ങനെയും പോയിസോൺ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എറൈസ് ചെയ്യാമെന്ന് നമ്മളൊന്ന് സൂചിപ്പിച്ചതാണ്. ഇതിനൊരു ഡെറിവേഷൻ ഉണ്ട്. ഈ ഡെറിവേഷനെല്ലാം നിങ്ങളുടെ സിലബസിന് ഔട്ടായതുകൊണ്ട് നമ്മളവിടെ ഇത് ഡിസ്കസ് ചെയ്യുന്നില്ല, ഇതിവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ പോയിസോൺ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ടും നമുക്ക് പോയിസോൺ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ കിട്ടും. അപ്പോൾ പോയിസോൺ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ലിമിറ്റിംഗ് കേസായിട്ട് നമുക്ക് ഡിറൈവ് ചെയ്യാവുന്നത് പോലെ തന്നെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇങ്ങനെ മൂന്ന് അസംഷൻ എടുത്തുകൊണ്ട് നമ്പർ ഓഫ് അറൈവൽസ് ഇൻ എ probability of the number of arrivals in a time period of length t is given by lambda t raised to n into e raised to minus lambda t by n factorial. അല്ലെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് പോയിസോൺ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ കിട്ടും. മനസ്സിലാകുന്നുണ്ടല്ലോ? പോയിസോൺ പ്രോസസ്സും അതുപോലെ തന്നെ ക്യൂയിങ് പ്രോസസ്സും എന്നൊക്കെ പറയുന്നത് വളരെ വിശാലമായ മാത്തമാറ്റിക്സിലെ അല്ലെങ്കിൽ പ്രോബബിലിറ്റി തിയറിയുടെ ബ്രാഞ്ചസ് ആണ്. അപ്പോൾ അത് ഹയർ സ്റ്റഡിയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. അത് ശരിക്കും പറഞ്ഞാൽ
PG ലെവലിലും അതുപോലെ തന്നെ റിസർച്ച് ലെവലിലും ഒക്കെയാണ് ഇതിന് ഇമ്പോർട്ടൻസ് ഉള്ളത്. അപ്പോൾ ഈ രീതിയിലും പോയിസോൺ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഈ രീതിയിൽ എറൈസ് ചെയ്യാം എന്നുള്ള ഒരു സൂചനയ്ക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അതിനൊന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളിലൂടെ എഴുതിയത്. മനസ്സിലാകുന്നല്ലോ. അപ്പോൾ കൗണ്ടിങ് പ്രോസസ്സ് എന്ന് പറയുന്നത് വളരെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. കൗണ്ടിങ് പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് അറൈവൽസ് ഇൻ അപ് ടു ടൈം ടി എന്ന് പറയുന്ന ടൈം ഇൻ്റർവെലാണ്. അതിന് ഇഷ്ടംപോലെ എക്സാമ്പിൾസ് ഒക്കെ നമുക്ക് പറയാൻ പറ്റുന്നതാണ്. അതിന് പറഞ്ഞ എക്സാമ്പിളാണ് നേരത്തെ പറഞ്ഞ സൂപ്പർ മാർക്കറ്റ് എക്സാമ്പിൾ പറയാം, അതുപോലെ തന്നെ പ്ലെയിൻ ലാൻഡിങ്ങിൻ്റെ എക്സാമ്പിൾ പറയാം, അതുപോലെ ക്യൂ എവിടെല്ലാം വരുന്നുണ്ടോ അവിടെ എല്ലാം നമുക്ക് ബാങ്കിൻ്റെ കൗണ്ടറിൽ ATMൽ എല്ലാം നമുക്ക് ക്യൂ കാണാൻ പറ്റും. ഈ ക്യൂ കാണാൻ പറ്റുന്നിടത്തെല്ലാം ഈ രൂപത്തിൽ നമ്മൾ മോഡൽ ചെയ്ത് കഴിഞ്ഞാൽ, ആ ക്യൂവിനെ നമ്മൾ മോഡൽ ചെയ്ത് കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കിട്ടുന്നത് ഒരു പോയിസോൺ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. അല്ലെങ്കിൽ നമ്പർ ഓഫ് അറൈവൽസ്, പ്രോബബിലിറ്റി ഓഫ് n അറൈവൽസ് ഇൻ എ ടൈം ഇൻ്റർവൽ ഓഫ് ലെങ്ത് T എന്ന് പറയുന്നത് അവിടെ പോയിസോൺ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. മനസ്സിലാകുന്നുണ്ടല്ലോ. അപ്പോൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന് പോയിസോണിലേക്ക് എത്തിയതുപോലെ തന്നെ അത് ഇല്ലാതെ മറ്റൊരു അസംപ്ഷൻ വഴി നമുക്ക് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ കൗണ്ടിങ് പ്രോസസ്സ് ചെയ്ത് നമുക്ക് പോയിസോൺ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനിലേക്ക് എത്താൻ പറ്റും. മനസ്സിലാകുന്നുണ്ടല്ലോ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നന്നായി മനസ്സിലാക്കി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത് പോയിസോൺ പ്രോബബിലിറ്റിയുടെ ഡിസ്ട്രിബ്യൂഷൻ്റെ തുടക്കമാണ്. ഇനി പോയിസോൺ പ്രോബബിലിറ്റിയുടെ 3 കാര്യങ്ങൾ മാത്രമാണ് നമ്മളോട് പറഞ്ഞത്. അതായത് പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ, ഹൗ ഡസ് പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ അറൈസ് ഇൻ പ്രാക്ടീസ്, ഡെഫിനിഷൻ ഓഫ് ദി ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് പോയിസോൺ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ, അതുപോലെ പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ ആസ് എ ലിമിറ്റിംഗ് ഫോം ഓഫ് ദി ബൈനോമിയൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. കൂടാതെ നമ്മൾ ഇതിൻ്റെ ഒരു ഹയർ ലെവലിലോട്ട് മാറിയിട്ട് പോയിസോൺ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ പോയിസോൺ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് വരുന്നത് എങ്ങനെയാണെന്ന് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്തു. ഓക്കെ, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ തുടർന്നുള്ള സെക്ഷനിൽ നമ്മുടെ പോയിസോൺ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ്റെ മീന്, വേരിയൻസ്, അതുപോലെ μ3 തേർഡ് സെൻട്രൽ മൊമെൻറ്റ്, ഫോർത്ത് സെൻട്രൽ മൊമെൻറ്റ്, അതുപോലെ സ്ക്യൂനെസ്, കുർട്ടോസിസ്, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഡെറൈവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.